കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഡോക്ടർമാരെ നിയമിക്കുമെന്ന് DMO ഡോക്ടർ സുരേഷ് വർഗീസ്. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്നാണ് തീരുമാനം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നാളിതുവരെയായും ശാശ്വത നടപടികളാകാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ DMO ഡോക്ടർ സുരേഷ് വർഗീസിന് നിവേദനം നൽകിയത്. തിങ്കളാഴ്ച 3 ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 100 കണക്കിന് രോഗികളാണ് ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയത്. രാവിലെ മുതൽ മണിക്കൂറുകൾ രോഗികൾക്ക് കാത്തിരിക്കേണ്ടി വരുന്നു. ചിലർ ഡോക്ടറെ കാണാതെ മടങ്ങി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലുമായി. താലൂക്ക് ആശുപത്രിയിൽ ഇത് നാളുകളായി തുടരുന്ന പ്രതിസന്ധിയാണ്. നിരവധി പരാതികളും നിവേദനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിട്ടും ഡോക്ടർമാരുടെ സ്ഥിരമായിട്ടുള്ള നിയമനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. ആകെ 12 ഡോക്ടർമാരുടെ തസ്തികയുള്ളിടത്താണിപ്പോൾ 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നത്. ഇത് നിലവിലുള്ള ഡോക്ടർമാരുടെ ജോലിഭാരം കൂട്ടുന്നതിനും കാരണമാകുന്നു. ആശുപത്രിയിൽ അനുവദിച്ചിട്ടുള്ള ചില ഡോക്ടർമാർ സ്വയ താൽപര്യപ്രകാരം മറ്റ് ആശുപത്രിയിലേക്ക് മാറിപ്പോകുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMOയ്ക്ക് നിവേദനം നൽകിയത്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അഭാവം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ DMOയെ കാണുകയുണ്ടായി. ആശുപത്രിയിലെ പൊതുവായ സാഹചര്യങ്ങൾ മൊത്തം അദ്ദേഹത്തിനോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ബോധ്യമുണ്ട്. ഡോക്ടർമാരുടെ അഭാവത്തിൽ രോഗികൾ അവിടെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടാം എന്നുള്ള വാക്ക് DMO നൽകിയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അഡ്കോക്കായി 3 ഡോക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് OPയിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും നിലവിൽ അവിടെയുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടർമാർക്ക് ആ സ്പെഷ്യാലിറ്റി OP നടത്തുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു തരാമെന്നുള്ളൊരു വാക്ക് DMO നൽകിയിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹം ആ നിലയിലുള്ള ഒരു വാക്ക് തന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഈ ഇടുക്കി ജില്ലയിൽ ഒന്നാമത് ഡോക്ടേഴ്സിൻ്റെ കുറവുണ്ട് എന്ന് DMOയുടെ സംസാരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇതിന് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഈ തരത്തിൽ ഇടപെട്ടുകൊണ്ട് നിലവിൽ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ഡോക്ടേഴ്സിന് ഇടുക്കിയിലേക്ക് അധികമായി ഇനി പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിലവിൽ മറ്റുള്ള ജില്ലകളിൽ നിന്നും വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇടുക്കിയിലേക്ക് ഡോക്ടേഴ്സിനെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിന് കുറവുള്ള സ്ഥലത്തേക്ക് ഡോക്ടേഴ്സിനെ നിയമിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കട്ടപ്പന പോലുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. എന്തായാലും DMO ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം വേണമെന്നാണ് ഞങ്ങളത് പറഞ്ഞേക്കുന്നത്. ഈ കാര്യത്തിനകത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ വീണ ജോർജ് ഉൾപ്പെടെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഒരു രാഷ്ട്രീയപരമായ തീരുമാനമുണ്ടാക്കി ഈ വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാണ് പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ വിഷയത്തിൽ പൂർണ്ണമായ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ DMO എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കട്ടപ്പനയുടെ വിഷയം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ആളുകൾ പലരും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് താലൂക്ക് ആശുപത്രിയെ അടച്ച് പൂട്ടലിലേക്ക് എത്തിക്കാനുള്ള നീക്കവും അതുവഴി ചില സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാനുള്ള ശ്രമവുമാണെന്നും പരാതിയുണ്ട്. കോൺഗ്രസ് അംഗങ്ങൾ വിവരം DMOയെ കണ്ട് വിഷയം ധരിപ്പിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 ഡോക്ടർമാരെ നിയമിക്കുമെന്നും DMO ഡോക്ടർ സുരേഷ് വർഗീസ് പറഞ്ഞു. ഡോക്ടർമാരുടെ അഭാവം ഒരു പ്രശ്നമാണെങ്കിൽ തന്നെയും അത് മറ്റു ഗൗരവമായി ബാധിക്കാത്ത രീതിയിൽ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനപ്രതിനിധിമാരെ സംസാരിച്ചു. അവർ പറയുന്ന നല്ല നിർദ്ദേശങ്ങളെല്ലാം ചെവിക്കൊണ്ടിട്ടുണ്ട്. ചില കാറ്റഗറി ഡോക്ടർമാർ ഒരു പോരായ്മ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അത് നമ്മുടെ ശ്രദ്ധയിലുള്ള കാര്യം തന്നെയാണ്. ചില പ്രത്യേക സാഹചര്യം മൂലങ്ങൾ ചില ദിവസങ്ങളിൽ ഡോക്ടർമാരുടെ അഭാവം ഉണ്ടായതായിട്ട് അറിയാം. തുടർന്നുള്ള സമയങ്ങളിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ട് 2 ഡോക്ടർമാരെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റു വകുപ്പുകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുവാനായിട്ടുള്ള സഹകരണം എല്ലാ ഭാഗത്തും നമുക്കുണ്ട്. എങ്കിലും ചില സമയങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി ചില സേവനങ്ങൾ മുടങ്ങിയതായി അറിയാം. അതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതെല്ലാം എത്ര നല്ല രീതിയിൽ തന്നെ അത് പരിഹരിച്ച് തരുമെന്നുള്ള ഉറപ്പ് തരികയാണ്. 2 ഡോക്ടർമാരുടെ സേവനം കൂടി ലഭ്യമാകുന്നതോടെ ഇവിടെ എത്തുന്ന രോഗികൾക്ക് താൽക്കാലിക ആശ്വാസമാകും. മറ്റു ഡോക്ടർമാരെ കൂടി നിയമിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, ബിജു പുന്നോലി, റൂബി വേഴാമ്പത്തോട്ടം, ഷാജി പൊട്ടനാനി, ഷാജൻ എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ എന്തോ നേലക്കാട്, നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനു മാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ, മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.